നമസ്കാരം, എൻ്റെ പേര് ശ്രീദേവി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളിവിടെ കണ്ടംകുളത്തിയുടെ ആയുർസൗഖ്യം ഹോസ്പിറ്റലിൽ 16 ദിവസത്തെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഖപ്രസവമായിരുന്നു. പക്ഷേ വന്നിരുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത ബാക്ക് പെയിനും നെക്ക് പെയിനൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടുത്തെ 9 ദിവസത്തെ ഗുളിയും 6 ദിവസത്തെ കിഴിയായിരുന്നു നമ്മൾ പാക്കേജിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ശരീരത്തിനായാലും മനസ്സിനായാലും വലിയൊരു വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ സ്ഥലം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ കാം ആൻഡ് പീസ്ഫുൾ, ഭയങ്കര സെറീനായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ വന്നു പെടുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. ട്രീറ്റ്മെൻറ്റിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് 9 ദിവസത്തെ കുളിയും ബോഡിക്കായാലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളെയും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് 6 ദിവസത്തെ കിഴി ആയാലും ബാക്ക് പെയിൻ ആയാലും എൻ്റെ നെക്ക് പെയിൻ ആയാലും ഒരുപാട് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടർമാരുടെ സർവീസ് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് മോർണിംഗിലായാലും ഈവനിങ്ങിലായാലും അവരുടെ ഡെയിലി വിസിറ്റ്, നമുക്ക് ഓരോ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഓരോ മെഡിസിൻസ് ആയാലും നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ നല്ലതായിട്ട് തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഴ്ചമാർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓരോ അമ്മയ്ക്കും കുഞ്ഞിനും. അവർ നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും, കുട്ടിയുടെ കാര്യത്തിനായാലും അമ്മമാരുടെ കാര്യത്തിൽ, ഭക്ഷണത്തിനായാലും മറ്റുള്ള എല്ലാ തുണികളുടെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങൾക്കും അവർ നല്ല രീതിക്ക് നമ്മളെ എന്താ പറയുക ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. നമ്മുടെ ശരീരത്തിനായാലും നമ്മുടെ ഡയറ്റ്, എനിക്ക് പ്രസവമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ഡയറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഭക്ഷണ കാര്യങ്ങളായാലും ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കണ്ടംകുളത്തിലെ ഈ സുഖപ്രസവ ചികിത്സ. അവർക്ക് മറ്റുള്ള സർവീസുകളും ഉണ്ട്. ഞാനിനിയും എൻ്റെ ഫ്രണ്ട്സിനായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ അവർക്ക് ഈ പൊതുവേ ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ചികിത്സ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അമ്മയ്ക്കായാലും കുഞ്ഞിനായാലും ആ ഒരു ബോണ്ടിങ്ങിനായാലും അമ്മയുടെ ശരീരത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് ആ ബാക്ക് ടു ആ ഒരു റെജുവിനേറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചികിത്സ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയായിരിക്കും കണ്ടംകുളത്തിയുടെ സർവീസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നന്ദി അറിയിക്കും. താങ്ക് യു.